ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ കുളിച്ചിറങ്ങിയതുള്ളൂ ഗായ്സ്, അതുകൊണ്ടാണ് എൻ്റെ ഫേസ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഇന്നാണ് നമ്മുടെ നിക്കാഹ് ദിവസം. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന്. രാവിലത്തെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം നല്ല തിരക്കായിരുന്നു. ഒന്നാമത് നാത്തൂനും പിള്ളേരൊക്കെ കൂടെ ഉള്ളതുകൊണ്ടേ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരെ ഇതാക്കലും അങ്ങനെയൊക്കെ ഭയങ്കര ബിസിയായിരുന്നു. എന്തായാലും ഞാൻ കുളിച്ച് മാറ്റി, ഇവർ നിക്കാഹിന് പോവാണ്. നിക്കാഹ് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നിട്ടാണ് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇതാണ് ഗൈസ് ഷിനാജിൻ്റെ ഔട്ട്ഫിറ്റ്. എൻ്റെ ഏകദേശം ഇതിനോട് സിമിലർ ആയിട്ടുള്ള കളറാണ്, പക്ഷെ എൻ്റെ പഴയ ഡ്രസ്സാണ് ഗൈസ്. ഇയാൾ പുതിയതിട്ടിട്ട് ഞാൻ പഴയത്. എൻ്റെ എൻഗേജ്മെന്റ് ഞാൻ കുറെ പറഞ്ഞതാണ് ഗൈസ്, പിന്നെ പെരുന്നാളിന് എടുത്തോന്നപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതെൻ്റെ കുറ്റമല്ലല്ലോ. എന്തായാലും എൻ്റെ എൻഗേജ്മെന്റ് ഡ്രസ്സ് ഞാൻ വീണ്ടും കുത്തിക്കയറ്റാൻ പോവാണ്. കയറുന്നൊന്നും ഇല്ലായിരുന്നു, പരമാവധി സ്റ്റിച്ചൊക്കെ അഴിച്ചു വിട്ടിട്ട് എന്തായാലും കൊള്ളിക്കണം, കാരണം അത് നല്ല ഡ്രസ്സാണ്. കുറേയൊന്നും ഞാൻ ഇട്ടിട്ടില്ല, അതെന്തായാലും ഇട്ട് മുതലാക്കണം. വിളിച്ചിറങ്ങിയതേ ഉള്ളു, മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ഡ്രസ്സ് മാറ്റിയിട്ടില്ല. ഇപ്പം ഞങ്ങളിനി മേമാട് അവിടെ പോയി ചെറുക്കൻ ഇറങ്ങുന്നത് വലിയൊരു കുരു. ചെറുക്കൻ ഇറങ്ങുന്നത് കണ്ടിട്ട് ഇവിടെ വന്ന് ഡ്രസ്സ് മാറ്റി മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകണം. ഫുള്ള് ഉടക്കമാണ്, കാരണം ഇതാണ്ടാ കമ്പി ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പം ഇതാണ് മൈലാഞ്ചി. കളർ വരുന്നതേ ഉള്ളൂ ഗൈസ്. മിനിഞ്ഞാന്ന് ഇടണമായിരുന്നു, എന്നാലും നല്ല കളർ വരത്തുള്ളായിരുന്നു. പക്ഷെ ഓർമ്മയില്ലായിരുന്നു, സമയമില്ലായിരുന്നു. എന്തായാലും ഇനി മേമാട് അങ്ങോട്ട് പോയിട്ട് വന്നിട്ട് വേണം. ഞാൻ ഫുഡും കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ രാവിലെ കമ്പി വായിലിട്ട, പിന്നെ കുറച്ചു നേരം കിടക്കട്ടെ എന്ന് ഓർത്ത്. അപ്പം എന്തായാലും ഞങ്ങൾ പോട്ടെ. ചെറിയതും അതായത് എൻ്റെ നാത്തൂനും പിള്ളേരും ഉമ്മയൊക്കെ പോയി നേരത്തെ. ഞാൻ കുളിച്ചിട്ട് പോകാൻ ഓർത്തു, പിന്നെ എന്നാൽ ഡ്രസ്സ് മാറ്റിയാൽ മതിയല്ലോ. അപ്പം എന്തായാലും അങ്ങോട്ട് പോട്ടെ. പോരാ പോയിക്കോ, എന്നാലും എൻ്റെ അത്ര ലുക്ക് വരത്തില്ല അല്ലേ ഗൈസ്. അപ്പം എന്തായാലും പോട്ടെ. കാടും മലയൊക്കെ കടന്നു വേണം ഗൈസ് പോകാൻ. അതാണ് നമ്മുടെ വീട്. ഏകദേശം ഒരു 8:30 ആയപ്പോഴത്തേക്കും മേമാട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ പുതിയ ആപ്പിള് ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് റൂമിലായിരുന്നു കേട്ടോ. പിന്നെ ഷാജ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി. പൊക്കി പിടിച്ചാലോ അങ്ങനെ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കുമല്ലോ, ഈ ഡ്രസ്സ് മാറ്റുന്നിടത്ത് എനിക്കെന്താ കാര്യമൊന്നും. ഞാനല്ല കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഫോണ് കൊടുത്ത് ഞാൻ ഷിനാജിൻ്റെ അടുത്ത് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ എടുത്ത വീഡിയോ ആണ്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞ് ചെറിയ രീതിയിലൊരു ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, മിഠായി കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തൊടണ്ട ഒക്കെ നോക്കിയാൽ മതി കേട്ടോ. നേരെ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്ക് നിഷാദും അമ്മവും നല്ല ഫുഡ് അടിയായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊന്നും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഫുഡ് കഴിച്ചത്. പൊറോട്ടയും ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് കഴിച്ച് പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അമ്മവും സുനിറയും കൂടെ നോക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ. നമ്മൾ ലാസ്റ്റായിട്ട് എടുത്ത് വെച്ചതാണ്, ഒന്ന് ഫൈനൽ ചെക്ക് ചെയ്തതാണ് എല്ലാം വെച്ചിട്ടുണ്ടോ ഇല്ലേന്ന്. അങ്ങനെയൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ എനിക്ക് ഞങ്ങളുടെ കല്യാണ സമയമാണ് കേട്ടോ ഓർമ്മ വന്നത്. കാരണം ഷിനാജിൻ്റെ വീട്ടിലെ ഫംഗ്ഷൻ ഇവിടെ വെച്ചിട്ടാണ് നടത്തിയത്. മേമാടെ വീട്ടിലെ രംഗോലിയും അങ്ങനത്തെ പരിപാടിയൊക്കെ ഇവിടെ ആയിരുന്നു. എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടവർക്ക് അറിയായിരിക്കും. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് ഇങ്ങനെ നൊസ്റ്റാൾജിയായിട്ട് കയറി വന്നു. അതേ കുഞ്ഞാനും കൊച്ചും ഒക്കെ മാറ്റി റെഡി ആവുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാനു എന്ന് പറയുന്നത് നമ്മുടെ കല്യാണ ചെറുക്കൻ്റെ അനിയനാണ്. പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉസ്താദും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദുആയും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. اللهم وإلى حضرة أهل الخير أجمعين هذا وفي نكاحنا هذا بركة. ദുആയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെറുക്കൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് പള്ളിയിലേക്ക് പോകുവാണ് കേട്ടോ. ആൾക്ക് ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് സ്വാഭാവികമാണല്ലോ, കല്യാണ ടൈമിൽ എല്ലാവർക്കും വരുന്നതാണ് ടെൻഷൻ എന്ന് പറയുന്ന സാധനം. അങ്ങനെ ഇതൊക്കെ മോനുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. മോനുവിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ഷിനാജിൻ്റെയും കൂടെ ഫ്രണ്ട്സാണ്. ഇവർ നിക്കാഹ് കഴിഞ്ഞ് വന്നിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാനേ. അപ്പോൾ ഇവർ പോയ ടൈമിൽ ഞങ്ങൾ വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി സെറ്റാക്കി തിരിച്ചു വന്ന്. ഇത് പള്ളീൻ്റെ ഉള്ളിൽ നിക്കാഹിൻ്റെ കുറച്ച് സീൻസ് ആണ് കേട്ടോ. ഞാൻ ഷിനാജിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു നിക്കാഹിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട്. നമ്മളെന്തായാലും ലോങ് വീഡിയോ ഇടുമല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തുകൊണ്ട് വന്ന വീഡിയോ ആണ്. മകൾ എന്നവളെ ഈ സ്വർണ്ണാഭരണങ്ങൾ മഹറിന് പകരമായി താങ്കൾക്ക് ഞാൻ തന്നു. ഗൈസ്, ഞങ്ങൾ ഡ്രസ്സ് മാറ്റി പോകുവാണ്. ഉമ്മ വരുന്നില്ല. മേക്കപ്പ്
നിക്കായിന് കൊടുത്ത നട്സ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഗൈസ്. നിക്കാഹിന് മോന് പള്ളിയിലേക്ക് നോർമലായിട്ടുള്ള ഒരു പാൻറ് ഷർട്ടുമാണ് ഇട്ടത്. പിന്നെ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുവാണ്. ഉമ്മ വരാത്തത് നമുക്ക് പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മക്ക് എന്തായാലും പോരാൻ പറ്റത്തില്ലല്ലോ. പണിക്കാർ അന്നത്തെ ദിവസം ഒഴിവാക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഉമ്മ വരാത്തത്. അങ്ങനെ മിഠായി സാധനങ്ങളൊക്കെ എടുത്ത് ഏകദേശം ഒരു 10 മണിയോട് കൂടിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ മേമാൻ്റെ അവിടുത്തെ കുറച്ച് നെയ്ബേഴ്സും. ചെറിയ പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മുടെ ഫാമിലിയിലെ ആൾക്കാരാണെങ്കിൽ പോലും അത്യാവശ്യം ആൾക്കാരുണ്ട്. വലിയൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ ട്രാവലറും പിന്നെ 3-4 കാറും ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ആൾക്കാർ ട്രാവലറിൽ കയറിയിട്ട് ബാക്കിയുള്ളവർ കാറിലാണ് അങ്ങോട്ട് പോയത്. എല്ലാവരും പോയി. ഞങ്ങൾക്കുള്ള വണ്ടി ഞങ്ങൾ മാത്രമല്ലേ ഞങ്ങൾക്കുള്ള വണ്ടി. ഞങ്ങൾ മാത്രം പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരല്ലേ, അതുകൊണ്ട് ലാസ്റ്റ് ട്രാവലറും ഫുള്ളായി. പിന്നെ ഉണ്ടായിരുന്ന കാറുകളും മൊത്തം ഫുള്ളായിട്ടാണ്. പിന്നെ ഞങ്ങൾക്ക് പോകാൻ വണ്ടി ഇല്ലാണ്ട് മോനുവിൻ്റെ ഫ്രണ്ട് പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ പോയത്. അങ്ങനെ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ദൂരേ ഉള്ളൂ കേട്ടോ മേമാട് അവിടെ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം അടുത്ത് തന്നെയാണെന്ന് പറയുമ്പോൾ ചിലവർക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും ലവ് മാരേജ് ആണോ എന്നുള്ളത്. ഒരിക്കലും ലവ് മാരേജ് അല്ല, പക്ക അറേഞ്ച്ഡ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഈ ഡ്രസ്സ് നമ്മൾ കൊണ്ടുപോയ ഹാമ്പർ ഉണ്ടല്ലോ അത് പെണ്ണിന് കൊടുത്തിട്ട് വേണം നമ്മൾ ഡ്രസ്സ് മാറ്റിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവരുടെ ഫുൾ ഫാമിലി. ഇതിലൊരാൾ മിസ്സിങ് ആണ്, അതായത് അമ്മൂൻ്റെ ബ്രദർ. ഇവർക്ക് ഏറ്റവും ഇളയ ഒരു ബ്രദർ ഉണ്ട്, ആൾ ഗൾഫിലാണ്. അപ്പോൾ ആൾ ഇതിലില്ല. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി മഹർ കെട്ടൽ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. മോനോട് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ആളെ കുറ്റം പറയാനും പറ്റത്തില്ലല്ലോ, എല്ലാവർക്കും ഈ ഒരു സിറ്റുവേഷനിൽ നല്ല ടെൻഷനായിരിക്കും. അങ്ങനത്തെ ഈ മഹറൊക്കെ കെട്ടി. ഒരു നെക്ക് ചെയിനും പിന്നെ ബ്രേസ്ലെറ്റ് വരുന്ന കേട്ടോ മഹറായിട്ട് കൊടുത്തത്. അപ്പോൾ മഹർ ഇട്ടതിന് ശേഷം കൈ ചെയിനും കൂടെ കെട്ടിക്കൊടുത്ത് എന്നിട്ടാണ് നമ്മൾ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ആളെ കൊണ്ടുപോയത് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ തീം എന്ന് പറയുമ്പോഴത്തേക്കും ബ്രൈഡും ഗ്രൂമും ഓഫ് വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഡ്രസ്സ് വന്നിട്ട് നമ്മൾ നല്ല സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ എടുത്തത്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിട്ടിട്ട് അവളെ കാണാൻ വേണ്ടിയിട്ട്. നല്ലപോലെ ചേരുന്നുണ്ടായിരുന്നു ഈ ഒരു കളർ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ആളെ ഒരുക്കി സെറ്റാക്കിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാട്ടോ പോയത്. കാരണം ആളെ റെഡിയാക്കി ഇറക്കിയപ്പോൾ തന്നെ ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് ബിരിയാണിയും മന്തിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ച്. ഷിനാജ് ഇങ്ങനെ തന്നെയാണ് ഗൈസ്. പൊതുവെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കല്യാണമാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകണ ഈ ചോക്ലേറ്റ് ഹാമ്പർ ഉണ്ടല്ലോ അത് നമ്മുടെ കല്യാണ പെണ്ണിനെ കൊണ്ട് തന്നെ അൺബോക്സ് ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് ഫസ്റ്റ് ഷിനാജ് വാങ്ങിച്ചിട്ടാണ് പിന്നെ എല്ലാവർക്കും കൊടുപ്പിക്കുന്നത്. അപ്പോൾ സ്പെഷ്യലായിട്ട് റാഫലോയും കിക്കാറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. ആളൊന്നും കഴിക്കത്തില്ല കേട്ടോ. ഷിനാജ് ചോക്ലേറ്റ് ഷുഗറൊക്കെ ഫുള്ളി കട്ടാണ്. അപ്പോൾ എടുത്തത് എനിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയി. വീട്ടിൽ നേരെ കാഞ്ഞിരപ്പുഴയ്ക്കാണ് കേട്ടോ പോയത്. നമ്മൾ 2 കാറിലായിട്ടാണ് കേട്ടോ പോയത്. ഫസ്റ്റ് തന്നെ ഹഗ് ആൻഡ് മഗിൽ കയറിയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. നല്ലൊരു അടിപൊളി കഫേയാണ് കേട്ടോ. അവിടുത്തെ ആൾക്കാരുടെ സഹകരണം അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. ഉടുക്കത്തെ വെയിലായിരുന്നു ഗൈസ്, കരിഞ്ഞുണങ്ങി. നല്ല ദാഹമായതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇളനീർ ജ്യൂസ് കുടിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. ഫോട്ടോഷൂട്ടിന് വന്നതാണ് ഗൈസ്. നല്ല ശക്തമായ വെയിലായതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്നതിനൊരു പരിധിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ചെറുക്കനും പെണ്ണും വന്ന വണ്ടി. എന്താ പറയാനുള്ളത് എനിക്ക് അതിനെ കുറിച്ച് 2 വാക്ക് പറ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇതൊരു വലിയൊരു ഇതാണ്. പറ. നിജ് പറ, എന്താ അഭിപ്രായം? നോ അഭിപ്രായം. എങ്ങനെയെങ്കിലും ഡ്രസ് ചെയ്തൊന്ന് ഊരി തന്നാ മതി. എൻ്റെ ഗൈസ് ഈ വണ്ടിയിലാണ് ചെറുക്കനും പെണ്ണും. പക്ഷെ എല്ലാവർക്കും ഇതിൽ തന്നെ കയറണ സ്ഥലവും ഇല്ല. കണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ബ്രൈഡിൻ്റെ പേര് നിത എന്നാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോയിൽ ഇനി അങ്ങനെയായിരിക്കും പറയുന്നത്. ആൾ ആ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടയർഡായിരുന്നു. അയ്യോ ഗൈസ് ആകെ ടയർഡാണ്, കുഴഞ്ഞ്. ഡ്രസ്സ് ഈ ഹെവി ഡ്രസ്സല്ല ഇട്ടിരിക്കുന്നത്, ഇതുവരെ ഊരിയിട്ടില്ല. അവളുടെ കാര്യം പറയണം. അവൾ അതിലും വലിയ ടയർഡായിട്ട് നിൽക്കണം. ഇവിടെ ഞങ്ങൾക്ക് ഉള്ളിൽ കയറണമെങ്കിൽ പൈസ കൊടുക്കണം. ആരുടെ കയ്യിലും പൈസ ഇല്ല, എല്ലാവരുടെയും അക്കൗണ്ടിലാണ്, ഗൂഗിൾ പേ ആണ്. അപ്പോൾ ATM ആൾക്കാർ പോയി പൈസ എടുക്കാൻ, അത് പൈസ എടുത്ത് കൊണ്ടുവന്ന് ടിക്കറ്റ് എടുത്താലേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്തായാലും നല്ല ടയർഡാണ്, വെയിലൊക്കെ കൊണ്ട് കരിഞ്ഞു. പിന്നെ ഈ ഒരു ചൂട് സമയത്ത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ നല്ല ബുദ്ധിമുട്ടാണ് ആ ഒരു ഡ്രസ്സ് ഇട്ടാൽ.
അപ്പോൾ ചെറുക്കനും പെണ്ണും ഫോട്ടോഷൂട്ട് നടത്തുന്നതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോസും ഫോട്ടോസും ഞങ്ങളും ചെറിയ രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല ഡ്രസ്സ്, നല്ല ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ പിന്നെ എന്താ, നമുക്കും കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ തമ്മിൽ ഇന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറുക്കൻ്റെയും പെണ്ണിൻ്റെ ഔട്ട്ഡോർ ഷൂട്ടൊന്നും നടത്തിയിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ജസ്റ്റ് കാഞ്ഞിരപ്പുഴ വരെ വന്നിട്ട് കുറച്ച് റീലും ഫോട്ടോസൊക്കെ എടുത്ത് പോകാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഡ്രസ്സില്ല, ഞാൻ ഇട്ട ഡ്രസ്സ് എങ്ങനെയെങ്കിലും ഒന്ന് ഊരിയാൽ മതിയെന്നായിരുന്നു. ഞാൻ പിന്നെ അതിനുള്ള ഒരു ടൈം കിട്ടാഞ്ഞുകൊണ്ടാണ് ഈ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ, ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ ഡ്രസ്സ് ഇട്ട് പോകുന്നത്. ജസ്റ്റ് എന്നെ ഒന്ന് എടുത്ത് കറക്കാൻ പറഞ്ഞത് റീലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ റീല് കിട്ടിയതും ഇല്ല, കറക്കിയതൊട്ട് ശരിയായതും ഇല്ല. ബ്രേക്ക് ടൈമിൽ ഗൈസ് ഐസ്ക്രീം കഴിക്കുവാണ് ഞങ്ങൾ. ഗൈസ് എല്ലാരും ഐസ്ക്രീം നിന്നപ്പോ ഇവര് കോഫി, എന്താ ഹോർലിക്സ് അല്ലേ ഇവനുൾപ്പെടെ. ഇവള് ഹോർലിക്സ് പറഞ്ഞപ്പോ ഇവനും ഹോർലിക്സ്. ആറ്റൊക്കെയാണ് കൊടുത്തത്. കാഞ്ഞിരപ്പുഴ പോയിട്ട് കുറച്ച് നേരമേ ഉള്ളൂ കേട്ടോ. വന്നിട്ട് നമുക്ക് നൈറ്റിലേക്ക് ഫുഡില്ല, അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ വീട്ടിലേക്കും വീട്ടിലേക്ക് സാധനങ്ങളും വാങ്ങണം. എന്തായാലും ഈ പോക്കിന് അങ്ങ് വാങ്ങാന്ന് വിചാരിച്ച്. ഇപ്പൊ സാധനം വാങ്ങാൻ പോണെങ്കിൽ ഞായറാഴ്ച ആവണം, അതുവരെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. ഫുഡ് പിന്നെ ഞാനും ചെറിയതൊക്കെ പോയിരിക്കുമായിരുന്നല്ലോ ഒറ്റക്കല്ലേ അവിടെ പിള്ളേരുമായിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വൈകുന്നേരത്ത് ഫുഡ് പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ച്. എന്തായാലും ഫസ്റ്റ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം, സാധനം വാങ്ങണം. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ട്. നിമിഷ നേരം കൊണ്ട് ഈ കൊട്ട ഫുള്ളാണ് കാണിച്ചു തരാവേ. ഞാൻ ഫസ്റ്റ് ഐറ്റം എടുത്തിട്ട് ബാക്കിയൊക്കെ എടുക്കട്ടെ. എന്നെ സൂപ്പർ മാർക്കറ്റിൽ ഇറക്കിയിട്ട് ഷിനാജ് ഫുഡ് വാങ്ങാനായിട്ട് പോയിട്ടെ. ഫുഡ് വാങ്ങി വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് മീനും വേണമായിരുന്നു. ഞങ്ങൾ എപ്പോഴും ഇവിടുന്നാണ് കേട്ടോ വാങ്ങാറ്. കോട്ടോപ്പാടത്തുള്ള മീൻതട്ടാണ്. AK സൂപ്പർ മാർക്കറ്റ് ഇല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ ഒരു മീൻതട്ട്. ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ തന്നെയാണ് വാങ്ങാറ്, കാരണം ഞണ്ടും ചെമ്മീനും എല്ലാ ഐറ്റംസും ഇവിടെ കാണും. അങ്ങനെ മീനും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ ചെന്ന് ഉടനെ തന്നെ ഫുഡ് കഴിച്ചു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. പൊറോട്ടയും ബീഫ് ചില്ലിയും ഷവായും ചിക്കൻ ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി പിന്നെ എനിക്ക് വാങ്ങിച്ചതാണ്. ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടിൽ നിന്നാണ് ഫുഡ് വാങ്ങിച്ചത്. അവിടുത്തെ ബിരിയാണി അടിപൊളിയാണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അസ്വ നമ്മുടെ 4 വഴി ഓടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു നിക്കാഹ് വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെറുതെ എടുത്തതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.